ഇപ്പോഴും ഉണ്ട്. Yes, of course. കഴിഞ്ഞ ആഴ്ച കൂടി എന്നെ വിളിച്ചിട്ട് എൻ്റെ ബർത്ത്ഡേനെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഹലോ അമ്മേ, സുഖാണോ? സുഖം തന്നെ. മറ്റേ സുഖല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു. ആ സാരി കിട്ടിയാ അമ്മയ്ക്ക്? സാരി കിട്ടിയാ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? അമ്മ ഇഷ്ടപ്പെട്ട? ശരി, എല്ലാ വീട്ടിലെല്ലാം സുഖമായിരിക്കുന്നല്ലേ? ഞാനിപ്പോൾ കൊച്ചിയിലാണ് ഉള്ളത്. ഷൂട്ടിങ് എന്താന്ന് വെച്ചാ ഒരു ചാനലിന്റെ ഷൂട്ടിംഗ് ആണ്. ഇവിടെ ചന്ദനമഴയെ കുറിച്ചിട്ടാണോ? ഞാനും ചന്ദനമഴയുടെ നായികയും രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഇന്റർവ്യൂ കൊടുക്കുവാണ്. അതെ, അവര് അമ്മയെ കുറിച്ച് ചോദിച്ച് ആ വിജയലക്ഷ്മി അമ്മയോട് ഇപ്പൊ സംസാരിക്കാറുണ്ടോ എന്താണ്. ഇവിടെ ആ പയ്യനെടുത്ത് ഞാൻ കൊടുക്കാം. ആ ചാനൽക്കാരോട് ചോദിച്ച് ഞാൻ പത്രത്തിൽ പറഞ്ഞിരുന്നു അമ്മയെ കുറിച്ച്. അപ്പൊ അവര് അമ്മയോട് ഒന്ന് സംസാരിക്കണമെന്ന് എന്നോട് ചോദിക്കുവാണ്. ഞാൻ അദ്ദേഹത്തിനോട് കൊടുക്കാവോ? ഫോൺ കൊടുക്കാവോ? സംസാരിക്ക ഒന്നുമില്ല അമ്മേ, എന്റെ അടുത്ത് സംസാരിക്കുന്നപ്പോൾ സംസാരിക്കാം. അമ്മയ്ക്ക് എന്താ? ഞാൻ ഇപ്പൊ കൊടുക്കാവേ. അമ്മേ നമസ്കാരം, ഞങ്ങൾ ബിഹൈൻഡ് വുഡ്സ് ചാനലിൽ നിന്നാണ്. ഓക്കെ, അപ്പോ നമ്മളിങ്ങനെ പഴയ കഥകളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു വെച്ച് അമ്മയുടെ ഒരു കഥ എനിക്ക് അറിയായിരുന്നു. ചന്ദനമഴ പോലെ സീരിയൽ എടുക്കാൻ അമ്മ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ചന്ദനമഴ ടീം വന്ന. ഓക്കെ, അത് ഞാൻ പറയാം, ചേട്ടൻ്റെ അടുത്ത് പറയാം. അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഇപ്പോ സീരിയലിൽ അമ്മ കാണുന്നതും ആദ്യമായിട്ട് ചേട്ടനെ കാണാൻ വന്നതും ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയാമോ? എനിക്ക് ചന്ദ്രമഴ കണ്ടിട്ട്, എനിക്ക് ഈ മകനെ കണ്ടിട്ട് എനിക്ക് വല്ലാത്ത ഒരു വിഷമമായിരുന്നു. എനിക്ക് ഈ മകനെ കാണണം എന്നുള്ളൊരു വിഷമം, എനിക്ക് എപ്പോഴും സങ്കടം ഒക്കെ വരികയുണ്ടായിരുന്നു മകനെ കാണാഞ്ഞിട്ട്. ഞാൻ എന്നിട്ട് കുറെ അന്വേഷിച്ചു ഇങ്ങനെ ഈ എങ്ങനെ കാണുന്നുള്ളതൊക്കെ. അയ്യോ, ഞാൻ എത്ര വിഷമിച്ചു അറിയോ കാണാഞ്ഞിട്ട്. പിന്നെ കണ്ടു, ഞാൻ അവരെ റൂട്ട് പോയി, എന്നെ കൊണ്ടുപോയി ഒക്കെ ചെയ്തു. എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നു, ഷൂട്ടിങ് കഴിഞ്ഞ് പോകുമ്പോ കാണാൻ ഇങ്ങോട്ട് വന്നു. പിന്നെ ഒരു ദിവസം അങ്ങോട്ട് ടിക്കറ്റ് ഒക്കെ എടുത്തു. പിന്നെ ഇവിടുന്ന് അവര് വണ്ടി എത്തി തന്നു. ഞാൻ അവിടെ പോയി ഇറങ്ങിയപ്പോഴേക്ക് വന്നു, എന്നെ കൊണ്ടുപോയി അവിടെ 2 ആഴ്ച നിന്നു. എന്നിട്ട് ഇങ്ങോട്ട് തന്നെ കഴിച്ചു വിട്ടു, അതൊക്കെ ചെയ്തു. അമൃതേനെ കാണണമെന്ന് തോന്നിയിട്ടുണ്ടായില്ലേ അമ്മയ്ക്ക്? അമൃതനെ കാണണമെന്നുണ്ടായിരുന്നു, അധികം മകനെ കാണണമെന്നുണ്ടായിരുന്നത്. ഓക്കെ, എന്നാ ഞാൻ ഒരാൾക്ക് ഫോൺ കൊടുക്കട്ടെ. ഹലോ അമ്മേ. എനിക്ക് എന്താ പറയാ, നിങ്ങളുടെയൊക്കെ സീരിയല് കണ്ടിട്ട് എനിക്ക് ആകെ മൊത്തത്തില് നല്ല ഒരു ഇതായി, മകനെ കാണണമെന്നായി, നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്നായി, ഇങ്ങനെ അങ്ങോട്ട് വരണമെന്നൊക്കെ വിചാരിച്ചതാ.